ഹായ്, നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് KFC ചിക്കൻ ആണ്. ഇവിടെ നമ്മൾ വൈകുന്നേരമൊക്കെ ആകുമ്പം ഇടയ്ക്ക് KFC കഴിക്കാൻ തോന്നും. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ഓർത്തു നമുക്ക് വീട്ടിൽ തന്നെ KFC ചിക്കൻ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ അതിൻ്റെ റെസിപ്പി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ സമയം കളയാതെ എങ്ങനെയാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യേണ്ടത് ഇതിന് വേണ്ടിയിട്ടെന്നുള്ളത് കാണാം. ഓക്കെ, ഇതിനു വേണ്ടി ആദ്യം തന്നെ നമ്മൾ ചിക്കൻ നല്ലതായിട്ട് വൃത്തിയായിട്ട് ഉപ്പൊക്കെ ഇട്ട് കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചിക്കൻ ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട് എല്ലാ പീസും, കാരണം മസാല നല്ലോണം കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് ഓൾ പർപ്പസ് ഫ്ലോർ ആണ്, അത് മൈദ. ഇത് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് നോക്കാം. മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി 1/4 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. ഇത് അധികം ഇടേണ്ട ആവശ്യമില്ല, ഞാൻ കശ്മീരി മുളക് പൊടി ഇട്ടിരിക്കുന്നത് കുറച്ച് നിറത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് ഗരം മസാല, ഇതും 1 ടേബിൾ സ്പൂൺ. ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം കോട്ട് ചെയ്യുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഇനിഷ്യൽ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അതിന് പുറത്തേക്ക് നമ്മൾ ഈ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നമ്മളിതിൽ ഇഞ്ചി പേസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മൾ ഒരു മീഡിയം സൈസ് സവാള അരച്ച് വെച്ചതാണ്. നിങ്ങൾ ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു 8-10 ഉള്ളി അരച്ചെടുക്കണം മിക്സിയിൽ, വെള്ളം ചേർക്കാതെ. ഓക്കെ, അപ്പോൾ എന്നിട്ട് ലാസ്റ്റ് ഇത് കണ്ടോ, ഇത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഒരു കപ്പോളം അല്ലെങ്കിൽ ഒരു 1/4 കപ്പോളം നമുക്ക് ആവശ്യം വരും. അതും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇത് നല്ലോണം മിക്സ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഒരു അരമണിക്കൂർ മസാല പിടിക്കാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് വറുത്തെടുക്കാം. പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഓട്സ് എടുത്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഓട്സിൽ പൊതിഞ്ഞിട്ട് എണ്ണയിലിട്ട് വറുക്കണം. ഓക്കെ, അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ഇതിൽ പുരട്ടിയെടുക്കാം. എണ്ണ നല്ലോണം ചൂടാകാൻ വെയിറ്റ് ചെയ്യാണ്. നല്ലോണം ചൂടായ എണ്ണയിലേക്ക് നമ്മളിത് ഇടാവുള്ളൂ. ഇപ്പോൾ ഇത് എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഈ ചിക്കൻ പീസ് വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് വേവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തീ കുറച്ചിട്ട് കൊടുക്കണം, എന്നാലേ അതിൻ്റെ അകമൊക്കെ നല്ലോണം വേവത്തുള്ളൂ. നമ്മളിത് മറിച്ച് എല്ലാ വശം ആവുന്ന രീതിയിൽ ചെയ്യാണ്. സൈഡും ഇതുപോലെ മൊരിഞ്ഞു വരാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നമ്മൾ വറുത്തെടുക്കുകയാണ്. തീ ഇച്ചിരി ഞാൻ മീഡിയത്തിൽ വെച്ചിരിക്കുക, കാരണം അകമൊക്കെ ഒന്ന് നല്ലോണം വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ചിക്കൻ ഈ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനി വാങ്ങാം. അപ്പോൾ നമ്മുടെ KFC ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എൻ്റെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.